വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ടു എ ന്യൂ ലെക്ചർ ഓഫ് KTU മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്ന MET 304 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയിലെ മൊഡ്യൂൾ 2 ഏരിയയാണ് ഫ്രീ വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഡോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് വീഡിയോ ലെക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. മൈ നെയിം ഇസ് മുഹമ്മദ് റനീസ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കഷനിൽ വരുന്ന ഫ്രീ വൈബ്രേഷനാണ്. അതിൻ്റെ ഡെറിവേഷനായിട്ട് മേ ബി ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതിൻ്റെ കുറച്ച് ലോഗരിതം, ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഏരിയ ഉണ്ട്, അവിടെയുള്ള ഡെറിവേഷൻ ചോദിക്കാം. പിന്നെ അഡീഷണലായിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ എന്താ കൺസെപ്റ്റ് എന്താ അറിയണം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കഷനിൽ വരുന്ന ഫ്രീ വൈബ്രേഷനാണ്. ഫ്രീ ഡാംപ്ഡ് വൈബ്രേഷൻ, ഡാമ്പർ യൂസ് ചെയ്തിട്ടുള്ള കേസിൽ വരുന്ന ഫ്രീ വൈബ്രേഷൻ്റെ ഡെറിവേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ കൺസിഡർ ചെയ്യാം. ആ ഫിഗറിൽ ഒരു സപ്പോർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്പ്രിങ് കണക്ട് ചെയ്യാം, ദെൻ ഒരു ഡാമ്പർ കണക്ട് ചെയ്യാം, ദെൻ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു മാസ്. ഇതാണ് നമ്മൾ ഫിഗർ. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ X ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K, ഡാമ്പറിൻ്റെ കോഎഫിഷ്യൻറ്റ് C. ഇത്രയാണ് നമ്മളെ ഫിഗർ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. കാരണം ഒരു മെക്കാനിക്കൽ വൈബ്രേഷന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെയാണ്. ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യണം. എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. ഇക്വേഷൻ ഓഫ് മോഷൻ, ഇക്വേഷൻ ഓഫ് മോഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഡ്രോ ചെയ്യാം. അപ്പോൾ ഈ സ്പ്രിങ് കാരണം മുകളിലോട്ട് എന്ത് വരും, ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് വരും. അതിനെ നമുക്ക് KX ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ഡാമ്പർ കാരണം ഒരു അപ്വേർഡ് ആയിട്ടുള്ള വരുന്ന ഫോഴ്സിനെ നമ്മൾ CX ഡോട്ട് അല്ലെങ്കിൽ X' ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, ഇനേർഷ്യ ഫോഴ്സ് ആക്സിലറേഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് നമുക്ക് ആക്സിലറേഷൻ്റെ ഇപ്പോൾ ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിലറേഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഒന്ന് എഴുതാം. ഇതിനെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് M ഇൻറ്റു X" പ്ലസ് C ഇൻറ്റു X' പ്ലസ് KX ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. കാരണം ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ നോക്കുക. അപ്വേർഡ് ഫോഴ്സ് MX" പ്ലസ് KX പ്ലസ് CX' ഈക്വൽ ടു 0. കാരണം ഇത് ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട്. ഫോഴ്സ് വൈബ്രേഷൻ ആണെങ്കിൽ എങ്ങനെ വരും, ഒരു അഡീഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും, ഈ ഡയറക്ഷനിലേക്കൊണ്ട് ഒരു F ഈക്വൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ കേസിൽ അതില്ല. ഈ കേസിൽ അങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഇക്വേഷന് റൈറ്റ് സൈഡ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്താണ് X" എന്ന് പറഞ്ഞാൽ എന്താ, X" എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²x/dt² ആണ്, നമുക്കറിയാം. അതേമാതിരി X' എന്ന് പറഞ്ഞാൽ എന്താണ്, dx/dt ആണ്, അതറിയാം. ഈ X" നമുക്ക് d², ഈ സ്മോൾ ലെറ്റർ d² എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ D ആയിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ 2 ടൈംസ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ D². പിന്നെ ഒരു X ടേം ഉണ്ട്, അതിനുണ്ട് X എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ എങ്ങനെ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ D ഇൻറ്റു X ആയിട്ട് എഴുതാം. ഓക്കെ. നമുക്ക് ഈ ഇക്വേഷൻ ഇനി എന്ത് ചെയ്യുക, ഒരു മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെ വരും, X" പ്ലസ് C/M ഇൻറ്റു X' പ്ലസ് K/M ഇൻറ്റു X ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. ഈ ഇക്വേഷനിൽ X" എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് സ്മോൾ ലെറ്റർ d²x/dt² പ്ലസ് C/M ഇൻറ്റു dx/dt പ്ലസ് K/M ഇൻറ്റു X
ഈക്വൽ ടു 0 അങ്ങനെ എഴുതിക്കൂടെ? ഇനി അടുത്ത് എന്ത് ചെയ്യാം? ഇതിൽ എക്സ് ടേം അല്ലാണ്ട് ഇവിടെ എല്ലാം ഒരു എക്സ് ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ പുറത്തെടുക്കാം. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ എങ്ങനെ വരും? ബാക്കി ടേമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മീൻസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു ഡി ബൈ ഡി ടി പ്ലസ് കെ ബൈ എം ഇൻറ്റു എന്ത് ചെയ്താൽ എക്സ് ഈക്വൽ ടു 0 അങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ സ്മോൾ ലെറ്റർ ഡി സ്ക്വയറിന് എങ്ങനെ എഴുതിയിട്ടുള്ളത്? സ്മോൾ ലെറ്റർ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, സ്മോൾ ലെറ്റർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയറിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡി സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ ഡി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ഡി പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 അങ്ങനെ എഴുതിക്കൂടെ? ഇത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ എന്ന് പറയാം. എന്താണ് പറയുക? ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ. ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ മാത്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ റീഅറേഞ്ച് ചെയ്ത് ഒന്നുകൂടി എടുത്ത് എഴുതാണ്. ഡി സ്ക്വയർ പ്ലസ് സി ബൈ എം ഇൻറ്റു ഡി പ്ലസ് കെ ബൈ എം ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ടേം 0 ആവാം, അതല്ലെങ്കിൽ എക്സ് വാല്യൂ 0 ആവാം. ഇതിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്മൾ സൊല്യൂഷൻ എക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് 0 ആവുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ ഇതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കുന്നതാണ്. ആ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു ഇ റേസ് ടു, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ D1 എന്ന് പറഞ്ഞു കൊടുക്കാം. D1 ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു D2t എന്നാൽ രണ്ടാമത്തെ സൊല്യൂഷൻ. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിഗ്രി ഇത് 2 ആണ്. അപ്പോൾ ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് എഴുതണം. ദാറ്റ് മീൻസ് സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നോക്കണം. ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? D12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതിൽ എ എന്താണ്? എ വാല്യൂ ഇവിടെ 1 ആണ്. ബി വാല്യൂ എന്താണ്? സി ബൈ എം ആണ്. ബി വാല്യൂ സി ബൈ എം ആണ്. സി വാല്യൂ കെ ബൈ എം ആണ്. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഓക്കെ. അവിടെ ഈ കേസിൽ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു സി ബൈ എം, സി ഈക്വൽ ടു കെ ബൈ എം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടുത്തെ സൊല്യൂഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ഇവിടുത്തെ സൊല്യൂഷൻ D12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബിന് എന്താണ് ഇവിടെ? മൈനസ് സി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മീൻസ് സി ബൈ
എം അതിൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു A1 ആണ്. സി കെ ബൈ എം ആണ്. കെ ബൈ എം ഓൾ ഡിവൈഡ് ബൈ 2. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പം ഫസ്റ്റ് ടേം മൈനസ് സി ബൈ 2m പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ 2 ന്യൂമറേറ്ററിൽ കൊണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്ത് ചെയ്യും, 4 വരും. പക്ഷേ സി ബൈ 2m എമ്മിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്വയർ ടേം ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം, സി ബൈ 2m അതിൻ്റെ സ്ക്വയർ ടേം ഇങ്ങനെ എഴുതി കൂടെ, മൈനസ് ഇവിടെ 2 കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു 4 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം മൈനസ് കെ ബൈ എം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് D12 എന്ന സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്രിട്ടിക്കൽ, ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇത് D12 ആണ്. D1 എന്ന് പറഞ്ഞാൽ എന്താണ്, D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഈ ഒരു ടേം മൈനസ് സി ബൈ 2m, ഈ പ്ലസ് ടേം ദെൻ റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം. ഇനി D2 എന്ന് പറഞ്ഞാൽ എന്താ, D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സി ബൈ 2m മൈനസ് വരും, മൈനസ് റൂട്ട് ഓഫ് സി ബൈ 2m സ്ക്വയർ മൈനസ് കെ ബൈ എം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കേസ് മോഡൽ ഓരോ സെപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്താണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്? ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബിക്കം സി സി ആവുക. സി എന്ന് പറഞ്ഞാൽ എന്താ, ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ആണ്. അത് സി സി ആവുക എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ആവുക. ഈ കേസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഈ സൊല്യൂഷൻ വരുന്ന സെക്കൻഡ് ടേം പ്ലസ് ഓർ മൈനസ് വരുന്ന കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് ടേം 0 വരണം. ദാറ്റ് മീൻസ് ഒരു സിംഗിൾ സൊല്യൂഷൻ വരണം, D12 അതാണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് ചെയ്യണം, 0 വരണം. അപ്പോൾ മൈനസ് സി ബൈ 2m മാത്രം മൈനസ് സി ബൈ 2m എന്ന് പറഞ്ഞ ടേം മാത്രം വരും നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെയാകുമ്പോൾ നമുക്ക് ഈക്വേഷനിൽ സി ബൈ 2m ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ ഈക്വൽ ടു കെ ബൈ എം ആയിട്ട് കൊടുക്കാം. സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ടേം 0 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സി ബൈ 2m ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. റൂട്ട് കെ ബൈ എം എന്താണ്, ഈക്വൽ ടു ഒമേഗ എൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് കെ ബൈ എം ഒമേഗ എൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സി ബൈ 2m ഈക്വൽ ടു ഒമേഗ എൻ ആണ്. അപ്പോൾ ഈ കേസിൽ തന്നെ സി എന്തായിട്ടുണ്ട്, സി സി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സി സി എന്ന് കൊടുക്കണം. ക്ലിയർ ആണോ? ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ എന്താണ്, സി ബിക്കം സി സി ആണ്. അപ്പോൾ സി സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സി സി ഈക്വൽ ടു 2m ഇൻറ്റു ഒമേഗ എൻ. ഇങ്ങനെ ഇക്വേഷൻ എഴുതി കൂടെ? ഓക്കെ, അതേ രീതിയിൽ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് സി സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗ എന്നിനെ റൂട്ട് കെ ബൈ എം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 റൂട്ട് കെ എം അങ്ങനെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് എല്ലാം ശ്രദ്ധിക്കുക. സി സി ഈക്വൽ ടു 2m ഇൻറ്റു ഒമേഗ എൻ, ദെൻ സി സി ഈക്വൽ ടു 2m ഇൻറ്റു ഒമേഗ എൻ, ദെൻ സി സി ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് കെ എം. അപ്പോൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് എല്ലാം കിട്ടി. ഇതാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ വരുന്നത്. ക്ലിയർ ആണോ? സൊല്യൂഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി അടുത്ത ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്തൊരു ഏരിയയാണ് ഡാമ്പിങ് റേഷ്യോ. എന്താണ് ഡാമ്പിങ് റേഷ്യോ? ഡാമ്പിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ ആയിട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡാമ്പിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഈക്വൽ ടു സി ബൈ സി സി. അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സി ബൈ സി സി മീൻസ് റേഷ്യോ ഓഫ് ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ് ടു ദി ക്രിട്ടിക്കൽ ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ്. അതിനെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. റോ ഈക്വൽ ടു സി ബൈ സി സി.
അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്യണം. C/2m എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പഠിച്ചു. അതിനെ ഞാൻ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. ആദ്യം C/2mൽ സി ടേം ഞാൻ ആദ്യം എടുത്ത് എഴുതി, ഡിവൈഡ് ബൈ അതിൻ്റെ താഴെ ഒരു CC വെറുതെ കൊടുത്തു. ഓക്കെ, CC കൊടുത്തുകൊണ്ട് ന്യൂമറേറ്ററിൽ എന്ത് ചെയ്ത് ഞാൻ CC കൊടുത്തു. അപ്പോൾ CC ക്യാൻസലായി. ഡിവൈഡ് ബൈ എന്ത് കൊടുത്തു, 2m കൊടുത്തു. ക്ലിയർ ആണോ? ഈ C/CCന് എന്ത് കൊടുക്കാം? ഈ C/CCന് നമുക്ക് എന്ത് കൊടുക്കാം? റോ ആയിട്ട് കൊടുത്തൂടെ? ഇൻറ്റു CCനെ എങ്ങനെ കൊടുക്കാം? CC എന്തായിരുന്നു? CC കഴിഞ്ഞതിൽ നമ്മൾ എഴുതി. CC എന്തായിരുന്നു? CC ഈക്വൽ ടു 2m ωn ആണ്. ഓക്കെ, അപ്പോൾ CCനെ എന്ത് എഴുതി? 2m ωn ഡിവൈഡ് ബൈ, ഓൾറെഡി ഇവിടെ 2m ഉണ്ട്, 2m എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ 2m ക്യാൻസൽ. ദാറ്റ് മീൻസ് ഈക്വൽ ടു റോ ഇൻറ്റു ωn. ക്ലിയർ ആണോ? അപ്പോൾ C/2mനെ നമുക്ക് റോ ഇൻറ്റു ωn എഴുതി കൂടെ? അങ്ങനെ എഴുതാം. ദാറ്റ് മീൻസ് നമ്മളെ സൊല്യൂഷനായിട്ടുള്ള D12 കോൺട്രാക്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം എഴുതിയിട്ടുള്ള എന്തായിരുന്നു? ആദ്യം എഴുതിയിട്ടുള്ള മൈനസ് ഒന്നുകൂടി അടുത്ത് എഴുതാം. -C/2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് C/2m ദ ഹോൾ സ്ക്വയർ മൈനസ് k/m. ഇതായിരുന്നു ഇക്വേഷൻ. അതിൽ നമുക്ക് C/2mനെ നമുക്ക് എന്ത് കൊടുക്കാം? റോ ഇൻറ്റു ωn ആയിട്ട് കൊടുത്താം. അപ്പോൾ C/2mനെ മൈനസ് റോ ωn പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് C/2mന് എന്ത് കൊടുത്തു? റോ ωn അതിൻ്റെ സ്ക്വയർ മൈനസ് k/m എന്താണ്? ωn സ്ക്വയറാണ്. ക്ലിയർ ആണോ? ഈക്വൽ ടു ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം? ഒരു ωn പുറത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ മൈനസ് റോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ -1 ആ ടേം കിട്ടും. ദെൻ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ωn. ഇതാണ് നമ്മൾ D12 പറഞ്ഞ സൊല്യൂഷൻ. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. D12 ഈക്വൽ ടു മൈനസ് റോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ -1 ഇൻറ്റു ωn. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡിഫറെൻറ്റ് കേസുകൾ നോക്കണം. അപ്പോൾ ഇത് നമ്മളെ മെയിൻ സൊല്യൂഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എങ്ങനെ വരും? A ഇൻറ്റു e⁻D1 ആണ്. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് റോ പ്ലസ് ടേം വരും പ്ലസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ -1 ഇൻറ്റു ωn ഇൻറ്റു t അതിൻ്റെ വേരിയബിൾ പ്ലസ് B ഇൻറ്റു സെക്കൻഡ് സൊല്യൂഷൻ D2 മൈനസ് റോ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ -1 ഇൻറ്റു ωn t. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ വരുന്നത്. ഇനി ഓരോ കേസുകൾ നമുക്ക് പറയണം. അണ്ടർ ഡാമ്പിങ്, ഓവർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ലെക്ചേഴ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ലെക്ചേഴ്സായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.